കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ശതകോടീശ്വരനായിട്ടുള്ള കെൻ ഗ്രിഫിൻ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ മൾട്ടിപോളാർ വേൾഡിലെ ആദ്യത്തെ മൾട്ടിപോളാർ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ പ്രഥമ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ അമേരിക്കയുമായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഡീൽ ചെയ്യുന്നു. അതിനകത്ത് ആണവ സഹകരണമുണ്ട്, ടെക്നോളജി ഉണ്ട്, ട്രേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ പല ക്രിട്ടിക്കൽ ടെക്നോളജിയുടെ കാര്യങ്ങൾക്കും ആയുധങ്ങൾക്കും വേണ്ടി റഷ്യയുമായി സഹകരിക്കുന്നു. ചൈനയുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഹകരിക്കുന്നു. വളരെ ക്രിട്ടിക്കൽ ടെക്നോളജിയുടെ ആവശ്യങ്ങൾക്ക് ഇന്ത്യ ഫ്രാൻസുമായി സഹകരിക്കുന്നു. ആയുധങ്ങളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിനും ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കാരണവും ഇന്ത്യ ഇസ്രായേലുമായി സഹകരിക്കുന്നു. ഇങ്ങനെ ഒരു ശക്തിയെ നിങ്ങൾക്ക് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തെ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് അദ്ദേഹം അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതേ അഭിപ്രായം പറഞ്ഞ പല എക്സ്പേർട്സും ലോകത്ത് വേറെയുമുണ്ട്. ശരിക്കും വളരെ സൈലന്റ് ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ റഷ്യയും ചൈനയും കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന, അമേരിക്ക എതിർത്തുകൊണ്ടിരുന്ന മൾട്ടിപോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാനായിട്ട് മൂന്ന് രാജ്യങ്ങളുടെ കപ്പലുകൾക്കാണ് അനുമതി കൊടുക്കുന്നത്. 1 ചൈന, 2 റഷ്യ, 3 ഇന്ത്യ. ഇതിൽ റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് ഇറാൻ അനുമതി കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാരണം റഷ്യയും ചൈനയും ഇറാനെ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. റഷ്യയും ചൈനയും ഇറാനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള യുദ്ധത്തിൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. അതിനകത്ത് റഷ്യ ആയുധങ്ങൾ കൊടുത്തും ടെക്നോളജി കൊടുത്തും ഒക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സഹായങ്ങൾ ചെയ്തുകൊണ്ട് ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യ റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ അല്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, റഷ്യയും ചൈനയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കപ്പലുകൾ കടന്നു പോകാനായിട്ട് ഇറാൻ അനുവദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഒരു ചേരിയിൽപ്പെടുന്ന രാജ്യങ്ങളാണ്. റഷ്യ, ചൈന, ഇറാനൊക്കെ ഒരു ചേരിയാണ്. എന്നാൽ ആ ചേരിയിൽ പെടാത്ത ഇറാൻ ഇത്തരം ഒരു അനുവാദം കൊടുക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ കപ്പലുകൾക്കാണ് പിന്നെ ഇറാൻ നമ്മുടെ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ആണെങ്കിൽ ഈ പറയുന്ന ചേരിയുടെ ഭാഗമല്ല. ഇന്ത്യ ഇസ്രായേലുമായും അമേരിക്കയുമായും സൗഹൃദം നിലനിർത്തുകയും ചർച്ചകൾ നടത്തുകയും സഹകരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. എന്നിട്ടും ഇറാൻ ഇന്ത്യക്ക് എന്തുകൊണ്ട് അനുമതി നൽകുന്നു എന്ന് ചോദിച്ചാൽ, ഈ മൾട്ടിപോളാർ വേൾഡിൽ ഇറാന് മാറ്റി നിർത്താൻ കഴിയാത്ത ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും ഇറാനുമായിട്ടും സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നതുമാണ് അതിന്റെ ഉത്തരം. അതായത് ശരിക്കും റഷ്യ സ്വപ്നം കണ്ട മൾട്ടിപോളാർ വേൾഡ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിലെ പ്രഥമ സ്ഥാനത്താണ് ഇന്ത്യ എന്ന് നിൽക്കുന്നത്. മൾട്ടിപോളാർ വേൾഡ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് എന്ന് മനസ്സിലായാലേ ഈ കാര്യത്തെ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിയെ മുൻനിർത്തി മനസ്സിലാക്കാൻ കഴിയൂ. മൾട്ടിപോളാർ വേൾഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബഹുധ്രുവ ലോകമെന്നാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കീഴിലായിട്ട് 2 ധ്രുവങ്ങളായിട്ട് ബൈപോളാറായിട്ട് തിരിയുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്ക മാത്രം ശക്തമായ ഏകധ്രുവ ലോകം അഥവാ യൂണിപോളാർ വേൾഡ് ആയിട്ട് മാറുന്നു. ആ യൂണിപോളാർ വേൾഡിനെ ചലഞ്ച് ചെയ്ത ആദ്യ ശക്തി ഇന്ത്യ അല്ല. യൂണിപോളാർ വേൾഡിനെ ചലഞ്ച് ചെയ്ത ആദ്യ ശക്തി വേണമെങ്കിൽ റഷ്യ എന്ന് പറയാം. അതിനുശേഷം ചൈനയും നമുക്ക് അതിലേക്ക് പറയാം. ശരിക്കും 3ാമതാണ് ഇന്ത്യ യൂണിപോളാർ വേൾഡിനെ ചലഞ്ച് ചെയ്ത് മൾട്ടിപോളാർ വേൾഡിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ 3ാമതാണ് രംഗപ്രവേശം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു 2ാം ടേമിലാണ് ഇന്ത്യ ഉറച്ച ശബ്ദത്തിൽ മൾട്ടിപോളാർ വേൾഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യമായിട്ട് മൾട്ടിപോളാർ വേൾഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് റഷ്യയാണ്. അതിനു വേണ്ടിയിട്ടാണ് റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതും ചൈനയും റഷ്യയും ചേർന്ന് അമേരിക്കയുടെ ഏകധ്രുവ ലോകത്തെ ചലഞ്ച് ചെയ്യുന്നതും. ചൈനയുടെ കയ്യിൽ സാമ്പത്തിക ശക്തിയുണ്ട്, ട്രേഡ് എന്ന് പറയുന്ന പവർ ഉണ്ടെങ്കിൽ റഷ്യയുടെ കയ്യിൽ സൈനിക ശക്തിയും ടെക്നോളജിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ചലഞ്ച് ചെയ്തപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അത് അംഗീകരിച്ചിരുന്നില്ല. റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു മൾട്ടിപോളാർ വേൾഡിൽ സർവൈവ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവർക്ക് അമേരിക്കയുമായിട്ടും വെസ്റ്റേൺ വേൾഡുമായിട്ടും സഹകരിക്കാൻ കഴിയുമായിരുന്നില്ല. അമേരിക്ക ഈ 2 രാജ്യങ്ങളെയും ഈ മൾട്ടിപോളാർ വേൾഡ് ഉണ്ടാവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഉപരോധങ്ങൾ പെടുത്തിയും അല്ലെങ്കിൽ ഇവര് ലോകത്തിന് പ്രശ്നമാണെന്ന് കാണിച്ചും എപ്പോഴും മാറ്റി നിർത്തുകയായിരുന്നു പതിവ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു 6-7 വർഷം മുമ്പ് വരെ അമേരിക്ക ചൈനയെയും റഷ്യയും ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ടിരുന്നു. കാരണം ഇവർ രണ്ടുപേരും ലോകത്തിന് ഭീഷണിയാണ്. ചൈന വളർന്നു വരുന്നതും ലോകത്തിന് ഭീഷണിയാണ്,
റഷ്യ വളർന്നു വരുന്നതും ലോകത്തിന് ഭീഷണിയാണെന്നായിരുന്നു അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ കൂടി ഒരു പുതിയ ശക്തി വളർന്നു വരുന്നത് വേണ്ട വിധത്തിൽ അമേരിക്കയും ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല. അത് നമ്മുടെ ഇന്ത്യയായിരുന്നു. ഇന്ത്യ ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുകയും അമേരിക്കയുമായിട്ടും വെസ്റ്റേൺ വേൾഡുമായിട്ടും വിശേഷിച്ച് യൂറോപ്പുമായിട്ടും നല്ലൊരു ബന്ധം കെട്ടിപ്പൊക്കുകയും ചെയ്തു. ഇന്നിപ്പോ ചൈനയ്ക്കും അതുപോലെ റഷ്യയ്ക്കും എതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണവും ഇന്ത്യക്കെതിരെ ഉന്നയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഏകാധിപത്യമില്ല. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആർക്കും എന്തും പറയാം. ഇവിടെ ആരും വന്ന് അവരെ പിടിച്ച് ജയിലിലിടില്ല. ഇപ്പൊ ചൈനയിലാണെങ്കിൽ അത് പറ്റില്ല. ഷി ജിൻപിങ്ങിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ വ്ളാഡിമിർ പുടിനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അവരെ ജയിലിലിടുകയും പിന്നീട് തട്ടിക്കളയുകയും ചെയ്തു വ്ളാഡിമിർ പുടിൻ. അപ്പോൾ അവിടെയൊക്കെ ജനാധിപത്യം ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. സഖ്യകക്ഷികളുടെ സഹായത്തോടെ തന്നെയാണ് BJP അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യം ഇല്ലെന്ന് ഇന്ത്യയിൽ പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ജനാധിപത്യവും ഉണ്ട്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് എന്തും വാർത്തകളാക്കാം. ഇവിടെ എന്താണ് തടസ്സം? മോദിയെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പലരും എഴുതിയും പറഞ്ഞു വിടുന്ന വീഡിയോകളും കമന്റുകളും കണ്ടാൽ മതി ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവും. ജനാധിപത്യം ഇല്ലെങ്കിൽ അതൊക്കെ ഇവിടെ നടക്കൂ. ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥ എന്താണെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ചൈനയിലോട്ട് നോക്കുക, അല്ലെങ്കിൽ റഷ്യയിലോട്ട് നോക്കുക, അല്ലെങ്കിൽ സൗദി അറേബ്യയിലോട്ടോ അല്ലെങ്കിൽ UAE-യിലോട്ടോ നോക്കുക. അവിടുത്തെ ഭരണാധികാരികളെയും ഭരണകൂടത്തെയും വിമർശിക്കാൻ പറ്റുമോ? വായി തോന്നുന്നത് പറയാൻ പറ്റുമോ? അകത്താവും അല്ലേ? അപ്പൊ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും ജനാധിപത്യ ധ്വംസനത്തിന്റെ പേരിൽ മോദി സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യ ശരിക്കും എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ മൾട്ടി പോളാർ വേൾഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. അവിടെയാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഇന്ത്യ ഈ മൾട്ടി പോളാർ വേൾഡിലെ ഒരു പുതിയ സവിശേഷ ശക്തിയായിട്ടാണ് മാറിയത്. ഇന്ത്യ ചൈനയോ റഷ്യയോ അമേരിക്കയോ അല്ല. ഇന്ത്യ ഒരു പുതിയ ശക്തിയാണ്. ആർക്കും അഭയം നൽകാൻ കഴിയുന്ന, ആർക്കും ഏത് സമയത്തും ആശ്വാസം നൽകാൻ കഴിയുന്ന, ആരെയും സഹായിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. ശരിക്കും ഈ അടുത്തിടെ ഞാനൊരു എക്സ്പേർട്ടിന്റെ വീഡിയോ കണ്ടു. അദ്ദേഹം ലോകം ഒരു രക്ഷകനെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഒരു രക്ഷകനാകാൻ കഴിയും. രക്ഷകൻ എന്ന് പറയുമ്പോൾ ഈ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന സൂപ്പർ ഹീറോ എന്നതിലുപരിയായിട്ട് ഒരു പ്രതിസന്ധിയിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയും. അത് ഇന്ത്യ തെളിയിച്ചത് കോവിഡിന്റെ ടൈമിലാണ്. നമ്മളിത് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. കോവിഡിന്റെ ടൈമിൽ ഇന്ത്യ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളെല്ലാം വാക്സിൻസ് ഉണ്ടാക്കി സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്ന സമയത്ത് ലോകത്തെ വികസ്വര രാജ്യങ്ങൾക്കും അവികസിത രാജ്യങ്ങൾക്കും സൗജന്യമായും ചെറിയ പൈസയ്ക്കും കടമായും ഒക്കെ വാക്സിൻസ് കൊടുത്തുകൊണ്ട് ശരിക്കും ഗ്ലോബൽ സൗത്തിന്റെയും അവികസിത വികസ്വര രാഷ്ട്രങ്ങളുടെയും രക്ഷകനായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അവിടെയായിരുന്നു. അതുവരെ ഇന്ത്യ സഹായം നൽകിയിരുന്നത് ഇപ്പൊ ഭൂട്ടാൻ, ശ്രീലങ്ക, അല്ലെങ്കിൽ നേപ്പാൾ, ബംഗ്ലാദേശ്, അല്ലെങ്കിൽ മൗറീഷ്യസ്, അല്ലെങ്കിൽ ഫിജി, അങ്ങനെ ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഇന്ത്യൻ വംശജർ കൂടുതലുള്ള രാജ്യങ്ങൾക്കൊക്കെ മാത്രമായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ രക്ഷകരായിട്ട് ശരിക്കും ഇന്ത്യ അവതരിക്കുന്നത് കോവിഡ് ടൈമിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും, റഷ്യ യുക്രൈൻ വിഷയമായിക്കോട്ടെ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിലായിക്കോട്ടെ, ഇന്ത്യയുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇന്ത്യ ആ വിഷയങ്ങളിൽ ഇടപെടുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ കപ്പലുകൾ സഹായവുമായിട്ട് മരുന്നുകൾ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കളുമായിട്ട് ഇന്ത്യയുടെ മില്യൺ കണക്കിന് ടൺ കപ്പലുകളാണ് അങ്ങ് ഗാസയിലേക്ക് പോയത്. ഇസ്രായേലിന് ആവശ്യമായ സഹായങ്ങളും ഇന്ത്യ ചെയ്തു കൊടുത്തു. ലോകത്തെ ഏത് രാജ്യത്തിനെ കൊണ്ട് പറ്റും? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് പക്ഷം തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും സഹായം കൊടുക്കാൻ, രണ്ടുപേർക്കും ഒപ്പം സംസാരിക്കാൻ, രണ്ടുപേര് പറയുന്നതും കേൾക്കാൻ വേറെ ഏത് രാജ്യങ്ങൾക്കാണ് കഴിയുക? അവിടെയാണ് ഇന്ത്യ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ശക്തിയായിട്ട് മാറുന്നത്. ഇവിടെ ചിലർ പാകിസ്ഥാൻ ഈ ഒരു ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാകിസ്ഥാൻ ഒരു ബ്രോക്കറാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും മന്ത്രാലയവും ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ബ്രോക്കറാണ്, അമേരിക്കയുടെ ബ്രോക്കറാണ്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇറാനുമായി സംസാരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് അതിന് പ്രതിഫലവും കിട്ടും പാകിസ്ഥാന്. അതല്ലാതെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ വേറൊരു പുതിയ ശക്തിയായിട്ട് മാറുകയാണ്. ഇന്ത്യ US-നെ പോലെയോ റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ അല്ല. ഇന്ത്യ ഡിഫറൻ്റ് ആണ്. ഇന്ത്യയെ പോലെ ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നതാണ് വ്യത്യാസം. എന്തുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നത്? ഇപ്പോൾ കുറെ രാജ്യങ്ങൾക്ക് അമേരിക്കയെ ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറെ രാജ്യങ്ങൾക്ക് ചൈനയെ ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറെ രാജ്യങ്ങൾക്ക് റഷ്യയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ഈ പറയുന്ന ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഇന്ത്യ ഉൾക്കൊള്ളാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് വളരുമ്പോഴും മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ കീഴടക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. പകരം ഇന്ത്യ മറ്റു വഴികളിലൂടെയാണ് ഈ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നത്.
അതിൽ വളരെ പ്രധാനമാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ചേരിയിലും പെടാതെ, അതായത് അമേരിക്കയുടെയോ റഷ്യയുടെയോ പക്ഷത്ത് പോവാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയാണ്. റഷ്യയുമായിട്ട് പ്രതിരോധ ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ അമേരിക്കയുമായി സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നു. ലോകത്ത് ശരിക്കും ഒരു ബാലൻസ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ. രണ്ട് യുദ്ധങ്ങളിൽ ഇത് അമേരിക്കയെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്ന്, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയുടെ ഓയിൽ വാങ്ങിയത് കൊണ്ടാണ് ഓയിൽ പ്രൈസ് കുത്തനെ കയറിപ്പോകാതെ പിടിച്ചു നിർത്താനായിട്ട് ലോകത്തിന് കഴിഞ്ഞതെന്ന്. അതുപോലെ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം പോലെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നു, ഈവൻ ഇറാന്റെ അടുത്ത് നിന്ന് ഒരു LPG വാങ്ങുന്നു. ഇന്ത്യ ഇത് വാങ്ങുന്നത് കൊണ്ടാണ് ഓയിൽ പ്രൈസും LPG പ്രൈസും ഒക്കെ ഒരു പരിധിവരെ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇല്ല എങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരും ലോകത്ത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മാത്രമേ ഇങ്ങനെ അവിടെ ഇടപെടാൻ കഴിയൂ. അവിടെയാണ് ഒരു ബാലൻസിങ് പവറായിട്ട് ഇന്ത്യ മാറുന്നത്. വികസ്വര രാജ്യങ്ങളുടെയും പാവപ്പെട്ട രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പ്രധാന ശക്തിയാണ് ഇന്ന് ഇന്ത്യ. ആഫ്രിക്കൻ യൂണിയനെ G20 കൊണ്ടുവന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് ഇന്ത്യയുടെ വലിയ വിജയം കൂടിയാണ്. വാക്സിൻ മൈത്രിയും സഹായഹസ്തവും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആ ഒരു ലോകത്തെ പ്രധാന ശക്തി എന്ന വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ അത് വളരെയധികം കൂടിയിരിക്കുന്നു. യോഗ, ആയുർവേദം, സിനിമ, സംഗീതം, IT മേഖലയിലൂടെയൊക്കെ തന്നെ ഇന്ത്യ ലോകമെമ്പാടും ഇന്ന് സ്വാധീനം ചെലുത്തുകയാണ്. വസുധൈവ കുടുംബകം എന്ന ഇന്ത്യയുടെ ആശയം ലോകരാജ്യങ്ങൾ ഇന്ന് വിശ്വാസത്തിലെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം യുദ്ധം കൊണ്ട് ആർക്ക് എന്ത് നേട്ടം? സമാധാനത്തിന്റെ വഴിയിലൂടെ പോകണമെന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. ലോകം ഒരു കുടുംബമാണ് എന്ന ഭാരതീയ ദർശനം മുൻനിർത്തിയുള്ള ഇന്ത്യയുടെ വിദേശ നയം യുദ്ധമല്ല, ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത സമയത്തും നമ്മൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും ആക്രമിച്ചില്ല. നമ്മൾ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ച് അത് ലോകത്തിന് മുന്നിൽ എവിഡൻസ് സഹിതം നമ്മൾ കാണിച്ചു. പാകിസ്ഥാൻ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് പ്രതിരോധിക്കേണ്ടി വന്നത്. തിരിച്ചടി കൊടുത്തിട്ട് നമ്മൾ യുദ്ധം നിർത്തി, നമ്മൾ അത് തുടർന്നു കൊണ്ടുപോയില്ല. അത് ഇന്ത്യയുടെ സമാധാനമാണ് വലുത് എന്ന ആശയത്തിന് ബലമേകുന്ന ഒരു നടപടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോകം ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ ആധിപത്യത്തിന് കീഴിലാകാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള യഥാർത്ഥ മൾട്ടിപോളാർ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യ ഒരു സോഫ്റ്റ് പവറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ അതീവ രഹസ്യമായിട്ട് ശരിക്കുള്ള മൾട്ടിപോളാറിനെ ഡെവലപ്പ് ചെയ്യാണ്. ചൈനയുടെ മനസ്സിൽ മൾട്ടിപോളാർ അല്ല കേട്ടോ. ചൈനയുടെ മനസ്സിൽ അമേരിക്കയെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ലോകശക്തിയാകണം എന്നുള്ളതാണ്. ശരിക്കും മൾട്ടിപോളാർ സ്വപ്നം റഷ്യയുടെ മനസ്സിലേ ഉള്ളൂ. കാരണം റഷ്യക്ക് നന്നായിട്ടറിയാം അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെ ഒരു എക്കണോമിക് പവർ ആകാൻ റഷ്യക്ക് കഴിയില്ല. അതുകൊണ്ടാണ് റഷ്യ മൾട്ടിപോളാർ വേൾഡിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നത്. അവിടെയാണ് റഷ്യ ഇന്ത്യയുടെ വളർച്ചയെ സന്തോഷത്തോടെ കാണുന്നതും. അപ്പോൾ റഷ്യയുടെ മൾട്ടിപോളാർ സ്വപ്നത്തെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ശക്തി ഇന്ത്യയാണ്. ഇന്ത്യ മൾട്ടിപോളാർ വേൾഡ് വിഭാവനം ചെയ്യുന്നതിലൂടെ ചൈനയുടെ യൂണിപോളാർ അല്ലെങ്കിൽ ഏകധ്രുവ സ്വപ്നം കൂടി ഇല്ലാതാവുകയാണ്. ചൈന പുറമേ മൾട്ടിപോളാർ വേൾഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഡോളറിനെ റീപ്ലേസ് ചെയ്ത് ചൈനീസ് യുവാനെ കൊണ്ടുവരാനും അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ഇല്ലാതാക്കി ചൈനീസ് അപ്രമാദിത്വം, ചൈനീസ് ഭാഷ ഇതൊക്കെ ലോകത്തിന് മേൽ കൊണ്ടുവരാനുമാണ് ചൈന ശ്രമിക്കുന്നത്. ചൈനയുടെ യഥാർത്ഥ സ്വപ്നം ലോകം ഭരിക്കുക എന്നുള്ളതാണ്. അതിനു കൂടിയാണ് ഇന്ത്യ തടസ്സമായിട്ട് നിൽക്കുന്നത്. ചൈനയുടെയും അമേരിക്കയുടെയും സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് യഥാർത്ഥ മൾട്ടിപോളാർ വേൾഡ് ഉണ്ടാക്കുന്ന ഒരു റിയൽ മൾട്ടിപോളാർ വേൾഡ് പവർ എന്ന് പറയുന്നത്, അതിലെ ആദ്യത്തെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യക്ക് കഴിയാത്തതാണ് ഇന്ത്യ ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.